ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് ഹൈമൺ അഥവാ കന്യകാ ചർമ്മം അല്ലെങ്കിൽ കന്യാ ചർമ്മം എന്നതിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ടോപ്പിക് എന്ന് പറയുന്നത്. ഈ വീഡിയോ ഞാൻ എടുക്കാനായിട്ടുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വളരെ അടുത്താണ് ഞാൻ അറിഞ്ഞത് ഈ 2025 കന്യാ ചർമ്മം അഥവാ വെർജിനിറ്റി എന്ന് പറയുന്നതിനെ കുറിച്ചിട്ട് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഇപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ട് അല്ലെങ്കിൽ ആളുകളുടെ ഇടയിലുണ്ട് എന്ന് ഞാൻ ഈ അടുത്താണ് അറിഞ്ഞത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒരു വീഡിയോ എടുത്തത്. എന്റെ ചാനൽ എന്ന് പറയുന്നത് ഇങ്ങനത്തെ വീഡിയോ ആയിട്ട് റിലേറ്റഡ് അല്ലെങ്കിൽ സെക്സ് എഡ്യൂക്കേഷൻ ചാനലായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവമേ അല്ല. സോ എന്നാലും ഞാൻ അധികം ഇതിനെ കുറിച്ചിട്ട് ഓൾറെഡി ഞാൻ ഇതിന്റെ പാർട്ടായിട്ട് ഞാൻ വീഡിയോ വേറെ ചാനലിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ എക്സ്പീരിയൻസിൽ നിന്നും എനിക്കറിയാവുന്ന അറിവുകളും ഞാൻ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചതും പഠിച്ചതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഈ വീഡിയോയുടെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് എന്താണ് ഹൈമൺ അഥവാ കന്യാ ചർമ്മം. ഇതെന്ന് പറയുന്നത് സെക്ഷൽ ഇന്റർകോഴ്സിലൂടെ മാത്രമാണോ ബ്രേക്ക് ആവുക, അല്ലെങ്കിൽ എപ്പോഴൊക്കെയാണ് ഹൈമൺ പൊട്ടുന്നത്, പിന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള എക്സസൈസ്, സൈക്ലിംഗ്, ജിംനാസ്റ്റിക്, അല്ലാന്നുണ്ടെങ്കിൽ മെൻസ്ട്രൽ കപ്പ്, ടാമ്പോൺസ് ഇതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൈമൺ പൊട്ടിപ്പോവോ അല്ലെങ്കിൽ കന്യാ ചർമ്മം പൊട്ടിപ്പോവോ എന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്താലാണ് ഹൈമൺ ബ്രേക്ക് ആവുക എന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ടോപ്പിക് എന്ന് പറയുന്നത്. പിന്നെ ഓൾസോ ഹൈമണെ കുറിച്ചുള്ള കുറച്ച് തെറ്റിദ്ധാരണകളും കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമുക്കൊന്ന് ഈ വീഡിയോയിൽ ക്ലിയർ ചെയ്താലോ. ആദ്യമേ തന്നെ എന്താണ് ഹൈമൺ എന്ന് മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. കന്യാ ചർമ്മം എന്നുള്ളത് നമ്മൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും. അത് വെച്ചിട്ടാണ് ഇപ്പോഴും, അതാണ് ഞാൻ പറഞ്ഞത്, ഈ 2025 ഒരു പെണ്ണ് വെർജിൻ ആണോ അല്ലെങ്കിൽ കന്യകയാണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ചില ബുദ്ധിയില്ലാത്ത ആൾക്കാരെന്ന് ഞാൻ പറയുള്ളൂ. അത്രയും ഇതിലെ പറയാൻ പറ്റുള്ളൂ. അത്രയും ബുദ്ധിയില്ലാത്ത ആൾക്കാർ മാത്രമാണ് സ്റ്റിൽ അതിനെ വെച്ചിട്ടൊക്കെ ഒരു പെണ്ണ് വെർജിൻ ആണോ അല്ലെങ്കിൽ തീരുമാനിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഹൈമൺ എന്ന് പറയുന്നത് സ്ത്രീകളുടെ പ്രൈവറ്റ് പാർട്ടിൽ, അതായത് വജൈനയുടെ ഓപ്പണിംഗിൽ തന്നെ കാണപ്പെടുന്ന ഒരു തിൻ ആയിട്ടുള്ള ഒരു മെമ്പറൈൻ, അല്ലാന്നുണ്ടെങ്കിൽ തിൻ മെമ്പറൈൻ എന്ന് പറയുമ്പോൾ മനസ്സിലാവാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒരു നമ്മുടെ സാധാരണ തൊലിയൊക്കെ പോലത്തെ ഒരു സംഭവം തന്നെയാണ് ഹൈമൺ എന്ന് പറയുന്നത്. കോമൺലി എല്ലാ പെൺകുട്ടികളിലും ജനിക്കുമ്പോൾ തന്നെ കണ്ടുവരുന്ന ഒരു സംഭവമാണ് ഹൈമൺ എന്ന് പറയുന്നത്. വജൈനയിൽ, അതായത് സ്ത്രീകളുടെ പ്രൈവറ്റ് പാർട്ടിയിൽ കണ്ടുവരുന്ന ഒരു പ്രൊട്ടക്ഷൻ ലെയർ പോലെ കണ്ടുവരുന്ന ഒരു തിൻ ആയിട്ടുള്ള ഒരു സ്കിൻ ലെയർ ആണ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക മെമ്പറൈൻ ആണ്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ടിഷ്യൂ എന്ന് തന്നെ വേണമെങ്കിൽ വിചാരിക്കാം. ഒരു ടിഷ്യൂ ലെയർ ആണ് ഈ ഹൈമൺ എന്ന് പറയുന്നത്. ഓക്കെ, ഹൈമൺ അഥവാ കന്യാചർമ്മം എന്ന് പറയുന്നത്. ഈ ഒരു സംഭവം ഇല്ലാതെ ജനിക്കുന്ന കുട്ടികളുമുണ്ട്, അത് വളരെ തിക്കായിട്ട് ജനിക്കുന്ന കുട്ടികളുമുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് പീരീഡ്സ് പോലും ഉണ്ടാവില്ല എന്നുള്ളത്, ഹൈമൺ ഇല്ലാത്ത കുട്ടികൾക്ക് ഉണ്ടാവും, പക്ഷെ ഹൈമൺ തിക്കായിട്ട് ജനിക്കുന്നത് കൊണ്ട് തന്നെ പീരീഡ്സ് പോലും ഇല്ലാതെ ജീവിക്കുന്ന പെൺകുട്ടികളുണ്ട്. അപ്പോൾ അതാണ് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം. ജന്മന തന്നെ പെൺകുട്ടികളിൽ കണ്ടുവരുന്ന ഒരു പാർട്ടാണ്, അവരുടെ ബോഡിയുടെ ഒരു പാർട്ടാണ് ഈ ഹൈമൺ എന്ന് പറയുന്നത്. ഈ ഹൈമണിന്റെ എന്താ പറയാ സ്ട്രക്ചർ എങ്ങനെ ഇരിക്കുന്നത്, എല്ലാ സ്ത്രീകളിലും ഹൈമൺ ഡിഫറെന്റ് ആയിരിക്കും. അതായത് എല്ലാവർക്കും ഈക്വലി ആയിരിക്കില്ല. അതിൽ കോമൺലി നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹൈമൺ എന്തൊക്കെ തരത്തിലുള്ള 4 ടൈപ്പാണ് ഹൈമൺസ് ഉള്ളത്. ഹൈമൺ 4 ഷേപ്പിലാണ്, 4 ടൈപ്പ് അല്ല, 4 ഷേപ്സിലാണ് ഹൈമൺ കണ്ടുവരുന്നത്. അതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത് ആനുലാർ, സെക്കൻഡ് വൺ സെപ്റ്റേറ്റ്, തേർഡ് വൺ ക്രിപ്രിഫോം ആൻഡ് ഫോർത്ത് വൺ ഇൻകോർപ്പറേറ്റ്. ഈ 4 ടൈപ്പ് ഹൈമൺസും എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ബേസിക് ആയിട്ട്, വളരെ അത്ര വലിയ കാലം കിടക്കുന്നില്ല, ഭയങ്കര സയന്റിഫിക് ആയിട്ടുള്ള കാലം കിടക്കുന്നില്ല, വളരെ ബേസിക് ആയിട്ട് പറഞ്ഞുതരാം. അതിലേറ്റവും ഫസ്റ്റ് വൺ ഞാൻ പറഞ്ഞത് ആനുലാർ അല്ലെ. ആനുലാർ എങ്ങനെയാണെന്ന് വെച്ചാൽ അതാണ് മോസ്റ്റ് കോമൺലി കണ്ടുവരുന്ന ഒരു നമ്മുടെ എന്താ പറയാ ഹൈമന്റെ ടൈപ്പ്. അതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് ഓൾറെഡി ഹോൾസ് വിത്ത് കുറച്ച് ഹോൾസ് ഒക്കെയുള്ള ടൈപ്പ് ആയിട്ട് വരുന്ന ഹൈമണെയാണ് ആനുലാർ ഹൈമൺ എന്ന് അറിയപ്പെടുന്നത്. ഇത് ആ ഹോൾസ്, അതാണ് ഞാൻ പറഞ്ഞത് ഓൾറെഡി. എന്താ പറയാ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ എനിക്ക് ഫ്രസ്ട്രേഷൻ ആവുള്ളൂ, ഏറ്റവും വലിയ തെറ്റാണെന്ന് പറയുന്നത് സെക്ഷൽ ഇന്റർകോഴ്സ് വരെ ഹൈമൺ ബ്രേക്ക് ആയി ആ ഒരു ഹോൾ വീണു എന്ന് പറയുന്നത്. എന്റെ പൊന്നു മക്കളെ, ഹൈമൺ എന്ന് പറയുന്ന സംഭവം ഇറ്റ് സെൽഫ് വിത്ത് ഹോൾസോട് കൂടിയിട്ടാണ് വരുന്നത്. ആ ഒരു തെറ്റിദ്ധാരണ നിങ്ങൾ മാറ്റിയേ പറ്റൂ. ഓക്കെ, അപ്പോ ആനുലാർ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് ആനുലാർ. അതില് ഓൾറെഡി ഇറ്റ് സെൽഫ് അത് ഏറ്റവും ബേസിക് ആയിരിക്കും. എന്താ പറയാ അതിന്റെ ഐഡിയൽ തിക്നെസ്സും കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരിക്കും. ആൻഡ് ഓൾസോ അതിൽ ചെറിയ ഹോൾസ് ഉണ്ടാവും, മൾട്ടിപ്പിൾ ഹോൾസ് ഉണ്ടാവും. അതേ കൂടിയാണ് ഈ പീരിയഡ് ബ്ലഡ് പുറത്തോട്ട് വരുന്നത്. അതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആനുലാർ ടൈപ്പ് ഹൈമൺ എന്നറിയപ്പെടുന്നത്. ഈ ആനുലാറിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഒരു ഡോണറ്റ് അല്ലെങ്കിൽ ട്രസാന്റെ ഷേപ്പിലായിരിക്കും ആനുലാർ ഷേപ്പ്, അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പ് ഒക്കെ ആയിരിക്കും ആനുലാറിന്റെ ഷേപ്പ് എന്ന് പറയുന്നത്. അടുത്തെന്ന് പറയുന്നത് സെപ്റ്റേറ്റ്. സെപ്റ്റേറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനുലാർ ആയിട്ട് കുറച്ച് സിമിലർ ആണ്, പക്ഷെ അറ്റ് ദി സെയിം ടൈം ഒരു എക്സ്ട്രാ ലെയറും കൂടെ വരും, ഒരു എക്സ്ട്രാ കോട്ടിംഗ് കൂടെ വരും. അതിൽ ഹോൾസും കാര്യങ്ങളും ഉണ്ടാവും, പക്ഷെ കുറച്ചുകൂടി തിക്ക് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അത്തരം ടൈപ്പ് ഹൈമൺ ഉള്ള ആൾക്കാർക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും നമ്മുടെ ടാംപോൺസ്, പിന്നെ എന്താ പറയാ മെൻസ്ട്രൽ കപ്പ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അത് മാത്രമേ ഉള്ളൂ പ്രശ്നം, വേറെ പ്രശ്നമൊന്നുമില്ല. അത് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര കോമൺ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് സെപ്റ്റേറ്റും.
അടുത്തത് തേർഡ് ടൈപ്പ് ക്രിപ്രിഫോം ഹൈമൺ എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആൻലാറിന്റെ പോലെയോ സെപ്റ്റേറ്റിന്റെ പോലെയോ സെറ്റപ്പ് കുറച്ചുകൂടി തിന്നാണ്. ആൻലാർ ഒരു ബേസിക് ഐഡിയൽ ലെവലിലുള്ള ഹൈമൺ ആണ്. പക്ഷേ ക്രിപ്രിഫോം എന്ന് പറയുന്ന ഹൈമൺ എന്ന് പറയുന്നത് വളരെ തിന്നായിരിക്കും. ഇത്തരം ഹൈമൺ ഉള്ള ആൾക്കാർക്ക് ഈസിലി ബ്രേക്ക് ആവാനുള്ള ചാൻസസ് കുറച്ച് കൂടുതലാണ്. പക്ഷെ മറ്റ് ആൻലാറിന്റെ പോലെ തന്നെ മൾട്ടിപ്പിൾ ഹോൾസും സ്മോൾ ഹോൾസ് കുറച്ചുകൂടി കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും. അത്രയുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് തിന്നായിരിക്കും. അടുത്തത് ഫോർത്ത് ടൈപ്പ്, അതാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ട കാര്യം. ഇംപെർഫറേറ്റ്. ഇങ്ങനെയുള്ള ആൾക്കാർക്ക്, ഈ ടൈപ്പ് ഹൈമൺ ഉള്ള ആൾക്കാർക്ക് ഒരു ഓപ്പണിംഗ് ഉണ്ടാവില്ല. ഇത്തരം ആൾക്കാർക്ക് എന്താ പറയാ, സർജിക്കൽ ടൈപ്പില് ഓപ്പണിംഗ് ഇട്ടിട്ട് വേണം ഈ പീരീഡ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. സോ ആ സമയത്ത് അവർക്ക് പീരീഡ്സ് സ്റ്റാർട്ട് ആവുന്ന സമയത്ത് അവരുടെ പീരിയഡ് ബ്ലഡ് ഒക്കെ വന്നിട്ട് വജൈനയിൽ കളക്ട് ആക്കുകയും ഓർ യൂട്രസിൽ തന്നെ കളക്ട് ആയിട്ട് ക്ലോട്ട് അതിൽ തന്നെ സ്റ്റോർ ചെയ്തിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഉള്ള ആൾക്കാരും ഉണ്ട്. ഓക്കെ, അത് വളരെ റെയർ കേസസ് ആണ്, ബട്ട് സ്റ്റിൽ ആൾക്കാരുണ്ട്. ഈവൻ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ഇതിന്റെ തന്നെ വേറൊരു വേർഷൻ ഉണ്ട്. ഹൈമൺ വളരെ തിക്കായിട്ട്, അതാണ് ഞാൻ സെപ്റ്റേറ്റിൽ പറഞ്ഞത്. സെപ്റ്റേറ്റിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഹൈമൺ ഉണ്ടാവും. ഈവൺ ആ ഒരു ഹൈമൺ സെക്ഷൽ ഇന്റർകോഴ്സ് വഴി വരെ ബ്രേക്ക് ആവാതെ അത് നോർമൽ ഡെലിവറിയിലോട്ട് പോയിട്ട് ആ നോർമൽ ഡെലിവറി ടൈമിൽ പോലും വജൈന പ്രോപ്പർലി ഓപ്പൺ ആവാത്ത ആൾക്കാർ ഉണ്ട്. അത് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നാണ്. അതായത് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഇൻ ദി സെൻസ് എന്റെ ഒരു ഫ്രണ്ടിന് ഇതേ സെയിം ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം അത് സർജിക്കൽ മെത്തേഡ് വഴി വജൈനയുടെ ഓപ്പണിംഗ് ക്ലിയർ ചെയ്യേണ്ട രീതിയിലോട്ട് എത്തിയിട്ടുണ്ട്. അവർക്ക് വജൈനയുടെ ഓപ്പണിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. സെപ്റ്റേറ്റിന്റെ ആണ് ഞാൻ പറഞ്ഞത്, ഉണ്ട്. പക്ഷെ അറ്റ് ദി സെയിം ടൈം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെപ്റ്റേറ്റിന്റെ അല്ല, എന്താ പറയാ, സെപ്റ്റേറ്റിന്റെ തന്നെ. സെപ്റ്റേറ്റിലുള്ള ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ടാംപോൺസ് അല്ലെങ്കിൽ മെൻസ്ട്രൽ കപ്പ് ഒക്കെ ഇൻസേർട്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ അതിന് അത്രയ്ക്കും എലാസ്റ്റിസിറ്റി ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അതിലൂടെ ബർത്ത് അല്ലെങ്കിൽ ഒരു ബേബിനെ ബർത്തിന് വരാനായിട്ടോ അല്ലെങ്കിൽ ഒരു നോർമൽ ഡെലിവറിക്കോ പറ്റില്ല. വജൈനയിൽ കൂടെ ഒരു ബേബിക്ക് ഡെലിവറി കൊടുക്കാനായിട്ട് ഒന്നും പറ്റില്ല. അത്രയും തിക്കായിട്ടായിരിക്കും ഉണ്ടാവുക. ഓൾറെഡി ഉള്ള ടിഷ്യൂവിന്റെ മുകളിൽ എക്സ്ട്രാ ലെയർ ഓഫ് ഒരു കോട്ടിങ്ങും കൂടി ഉണ്ടാവും. അവർക്ക് അത്രയും തിക്കായിട്ടുള്ള ടിഷ്യൂസ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അങ്ങനത്തെ കണ്ടീഷൻസ് ഉള്ള ആൾക്കാരും ഉണ്ടാവും, മനസ്സിലായി. ഈവൻ സെക്ഷൽ ഇന്റർകോഴ്സിന് ശേഷം പോലും ഈ ഹൈമൺ ബ്രേക്ക് ആവാത്ത ആൾക്കാരുണ്ട്. സെക്ഷൽ ഇന്റർകോഴ്സിന് മുന്നേ തന്നെ ഹൈമൺ ബ്രേക്ക് ആവുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇത്രയാണ് നാല് ടൈപ്പാണ് കോമൺലി കണ്ടുവരുന്ന ഹൈമൺസ് എന്ന് പറയുന്നത്. അതിലെ ഏത് ഹൈമൺ ആണെന്നുണ്ടെങ്കിലും, ഇപ്പോ നമ്മുടെ ആനുലാർ ആണെന്നുണ്ടെങ്കിലും പിന്നെ ക്രിപ്രിഫോം ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഈസിലി ബ്രേക്ക് ആവുന്ന സംഭവങ്ങളാണ്. അതാണ് മോസ്റ്റ്ലി എല്ലാവരിലും കണ്ടുവരുന്നത്. ബാക്കിയുള്ളവർക്ക് റയർ കേസസ് ആണ്. ഓക്കെ, ഹൈമൺ തകരുന്നത് അല്ലെങ്കിൽ ഹൈമൺ ബ്രേക്ക് ആവുന്നത് സെക്ഷൽ ഇന്റർകോഴ്സിൽ കൂടെ മാത്രമാണോ? ഞാൻ ഇത്രയും നേരം പറഞ്ഞിട്ട് നിങ്ങൾക്കത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടെ പറയാം. ഹൈമൺ ബ്രേക്ക് ആവുന്നത് നോട്ട് ഓൺലി ഓൺ ദ ബേസിസ് ഓഫ് സെക്ഷൽ ഇന്റർകോഴ്സ്, നോട്ട് ഓൺലി ബിക്കോസ് ഓഫ് സെക്ഷൽ ഇന്റർകോഴ്സസ്. സെക്ഷൽ ഇന്റർകോഴ്സിൽ കൂടെ അല്ലെങ്കിൽ ശാരീരിക ബന്ധത്തിൽ കൂടെ മാത്രമല്ല ഹൈമൺ ബ്രേക്ക് ആവുന്നത്. ഹൈമൺ ബ്രേക്ക് ആവാനായിട്ട് ഒട്ടധികം കാരണങ്ങളുണ്ട്. ഇപ്പൊ നന്നായിട്ട് ഡാൻസ് ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ഹൈമൺ ബ്രേക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. സൈക്ലിംഗ്, എന്തൊരു സൈക്ലിംഗ്, ഈവൻ നന്നായിട്ടൊന്ന് ഓടിയാൽ തന്നെ ഹൈമൺ ബ്രേക്ക് ആവാനുള്ള ചാൻസസ് വളരെ 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 കൂടുതലാണ്. സോ എന്താ പറയാ, പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ ടാംപോൺസ്, ഞാൻ എപ്പോഴും പറയുമല്ലോ, ടാംപോൺസ്, മെൻസ്ട്രൽ കപ്പ് അതൊക്കെ യൂസ് ചെയ്യുമ്പോൾ തിന്നായിട്ടുള്ള ഹൈമുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആനുറൽ ടൈപ്പ് ഉള്ള ഹൈമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും അവരുടെ ഹൈമൺ ബ്രേക്ക് ആവാനുള്ള ചാൻസസ് ആർ റിയലി ഹൈ. അതുപോലെ തന്നെ മാസ്ട്രിബേഷനിൽ കൂടിയും ഹൈമൺ ബ്രേക്ക് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പെൺകുട്ടിയുടെ ഹൈമൺ ബ്രേക്ക് ആയി എന്ന് വിചാരിച്ചിട്ട് ആ പെൺകുട്ടി പോക്കാണ്, അല്ലെങ്കിൽ ഓൾറെഡി പലരുടെയും കൂടെ കിടന്ന എല്ലാ വേടലും കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള ഒരാളാണ് എന്നുള്ള ഒരു ടൈപ്പ് വിചാരം വേണ്ട. അങ്ങനത്തെ ഒരു വിചാരം നമ്മൾ എല്ലാവരും ഉണ്ട്. ഇപ്പൊ ഞാൻ ഈ വീഡിയോ ഇട്ടു, ഇതിപ്പോ 1 million or 2 million 10 million ആൾക്കാർ കണ്ടെന്ന് വിചാരിച്ചു, അത്രയും പേരും ഇതൊന്നും 100% വിശ്വസിക്കാൻ പോണില്ല എന്നുള്ളതും എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. ബട്ട് ഇറ്റ്സ് ഓക്കെ. എനിക്ക് ഈ ഒരു സംഭവം ആസ് എ ഗേൾ നിങ്ങളുടെ അടുത്ത് വന്ന് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പറയണമെന്നുള്ളൂ കേട്ടോ. ഹൈമൺ ഇല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടി കന്യകയല്ല, അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടി വെർജിൻ അല്ല എന്ന് ചിത്രീകരിക്കപ്പെടുന്ന അല്ലെങ്കിൽ ചിന്തിക്കപ്പെടുന്ന ഒരു സൊസൈറ്റിയിലാണ് സ്റ്റിൽ നമ്മൾ ഇപ്പോഴും ജീവിച്ചു വരുന്നതെന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. ഹൈമൺ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു പെൺകുട്ടിയുടെ ബോഡി പാർട്ടാണ്. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ഒരു ബോഡി പാർട്ട് ഇൻ കേസ് എന്തെങ്കിലും പറ്റിയിട്ട് നമുക്ക് സർജിക്കൽ മെത്തേഡ് വഴിയോ റിമൂവ് ചെയ്ത് കളയേണ്ടോന്നോ അല്ലെങ്കിൽ ആക്സിഡന്റൽ ആയിട്ട് പോയി എന്ന് വിചാരിച്ചാൽ നമ്മളല്ലാതാവില്ലല്ലോ. നമ്മുടെ ഒരു ബോഡി പാർട്ട് പോയെന്ന് വിചാരിച്ചിട്ട് നമ്മളല്ലാതെ ആവുന്നില്ല. അതൊരിക്കലും നമ്മൾ ഇന്റൻഷനലി ചെയ്യുന്നതാവണമെന്നുമില്ല. മാത്രമല്ല, ഈ വെർജിനിറ്റി എന്ന് പറയുന്നത് ഒക്കെ ഒരു എന്താ പറയാ, ഒരു പേഴ്സണൽ ആയിട്ട് അല്ലെങ്കിൽ അത് അത്രയും ഓരോരുത്തരുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ് അല്ലെ. ഒരാള് അത്രയും താല്പര്യത്തോടു കൂടെ ചെയ്യുന്ന സെക്ഷൽ ഇന്റർകോഴ്സിൽ കൂടെ വഴി മാത്രമാണ് ആ ഒരാളുടെ വെർജിനിറ്റി നഷ്ടപ്പെടുള്ളൂ. ഇപ്പോ ഇപ്പൊ എന്താ പറയാ, റേപ്പ് അറ്റംപ്റ്റ് കഴിഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ വെർജിനിറ്റി നഷ്ടപ്പെട്ടു എന്ന് പറയുന്നതിൽ യാതൊരു വിധത്തിലുള്ള ഒരു ഇതും ഉണ്ട് എന്ന് എനിക്ക് അഭിപ്രായമില്ല.
ഒരാള് പൂർണ്ണ സമ്മതത്തോടു കൂടി എന്ന് ഫസ്റ്റ് ടൈം സെക്ഷൽ ഇന്റർകോഴ്സ്, അത് ഏത് തരത്തിലുള്ള സെക്ഷൽ ഇന്റർകോഴ്സ് ആയിക്കോട്ടെ, ഇപ്പൊ നമ്മുടെ ചുറ്റും ഒരുപാട് പലതരത്തിലുള്ള ട്രാൻസുകൾ LGBT കാണുന്നുണ്ടല്ലോ അല്ലെ. അപ്പൊ അതിൽ പെടുന്നതായിക്കോട്ടെ ഒരു മെയിൽ ആൻഡ് ഫീമെയിൽ സെക്ഷൽ ഇന്റർകോഴ്സ് കൂടെ മാത്രമേ വെർജിനിറ്റി നഷ്ടപ്പെടൂ എന്നില്ല. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗേ കപ്പിൾസ് അല്ലെങ്കിൽ ലെസ്ബിയൻ കപ്പിൾസ് അങ്ങനെയുള്ള ആൾക്കാരുടെ വെർജിനിറ്റി ലൈഫ് ലോങ് പോകുന്നില്ലല്ലോ അല്ലെ. അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അതൊരു ഫൂളിഷ്നെസ് ആണ്. എപ്പോഴാണോ ഒരു വ്യക്തി ഫുൾ സമ്മതത്തോടു കൂടി രണ്ട് വ്യക്തികൾ കൂടി ഫസ്റ്റ് സെക്ഷൽ ഇന്റർകോഴ്സ് ചെയ്യുന്നു, അപ്പോഴാണ് ഒരാളുടെ വെർജിനിറ്റി നഷ്ടപ്പെടുന്നുണ്ട്. ഓക്കെ, അവിടെയാണ് വെർജിനിറ്റി നഷ്ടപ്പെടുന്നത്. ബാക്കി ഹൈമന്റെ ബേസിൽ വെച്ചിട്ട് ഒരു പെണ്ണ് മാത്രം പൊട്ടിയാവുന്നു എന്ന് പറയുന്നത് അത്ര നല്ലൊരു പരിപാടിയാണോ? അങ്ങനെയാണെങ്കിൽ ആണുങ്ങൾക്ക് എവിടെ വെർജിനിറ്റി? ആണുങ്ങൾക്ക് വെർജിനിറ്റി എന്ന് പറഞ്ഞ സംഭവം ഒന്നുമില്ലേ? ഞാൻ വന്ന് ഭയങ്കര ഫെമിനിറ്റി ആവുന്നു എന്നുള്ളത് പറയണ്ട. ഞാൻ അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരാളിൽ നിന്ന് ഇത്തരം ഒരു ഡിസ്കഷൻ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഇത്രയും വളർന്നു വലുതായി, ബട്ട് സ്റ്റിൽ ഇതിനെ കുറിച്ചൊന്നും മനസ്സിലാക്കാനായിട്ടുള്ള കോമൺ സെൻസ് ഇല്ലേ? സ്റ്റിൽ ഇങ്ങനത്തെ സിറ്റുവേഷൻസിലാണോ അല്ലെങ്കിൽ ഇങ്ങനത്തെ തോട്ട് പ്രോസസ്സിലാണോ ജീവിക്കുന്നത് എന്നൊരു രീതിയിലോട്ട് പോയപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ കണ്ടന്റ് ചെയ്തേ ഉള്ളൂ. ചില പെൺകുട്ടികൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ 4ാമത്തെ ടൈപ്പ് ഹൈമൺ, ഇൻപെർഫറേറ്റ് ടൈപ്പ് ഹൈമൺ ഉള്ള പെൺകുട്ടികൾക്ക് അവർക്ക് പ്രോപ്പർലി പീരീഡ്സ് പോലും ആവില്ല. പ്രോപ്പർലി എന്നല്ല, പീരീഡ്സ് പോലും ആവില്ല അവർക്ക്. ആ സമയങ്ങളിൽ നമ്മൾ ഹൈമനോപ്ലാസ്റ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർജിക്കൽ മെത്തേഡ് വഴിയാണ് അവരുടെ ഹൈമണിൽ ഹോൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ആ ഒരു ലെയർ ബ്രേക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അങ്ങനെയുള്ള പെൺകുട്ടികളൊക്കെ എന്താ പറയാ, ഓൾറെഡി ഇത് പോയ ആൾക്കാരാണോ? അല്ലല്ലോ. അപ്പോൾ ഹൈമനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒരുവിധം തെറ്റിദ്ധാരണകളൊക്കെ മാറിയിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. നിങ്ങൾ ആരെങ്കിലും ഇത്രയും വീഡിയോ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ. ഇതുപോലത്തെ തെറ്റിദ്ധാരണകളുള്ള നമ്മുടെ ഫ്രണ്ട്സ് ഒന്ന് മാറി വരട്ടെ അല്ലെ.